നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ശ്രീരാമന്റെ സന്ദേശവും മുദ്രമോതിരവും കൈമാറിയ ശേഷം രാവണന്റെ അഹങ്കാരത്തിന് മുന്നറിയിപ്പായി ഹനുമാൻ ലങ്കയിൽ മഹാവീര്യം പ്രകടിപ്പിച്ചു. വാലിൽ തീ കൊളുത്തിയതിനെ തന്നെ ആയുധമാക്കി അധർമ്മത്തിന്റെ ആസ്ഥാനമായ ലങ്കയെ അഗ്നിക്കിരയാക്കി. എന്നാൽ സീതാദേവി പാർത്തിരുന്ന അശോകവനിയെ അദ്ദേഹം സ്പർശിച്ചില്ല. അത് ഹനുമാന്റെ വിവേകത്തിന്റെയും ഭക്തിയുടെയും തെളിവാണ്. ലങ്കാദഹനം വെറും നാശത്തിന്റെ കഥയല്ല, അധർമ്മത്തിനുമേൽ ധർമ്മത്തിന്റെ വിജയവും അഹങ്കാരത്തിന്റെ അന്ത്യം അനിവാര്യമാണ് എന്ന സന്ദേശവും ലോകത്തിന് നൽകുന്ന രാമായണത്തിലെ മഹത്തായ സംഭവമാണ് ഇത്. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ സുന്ദരകാന്ഡം ലങ്കാദഹനം പാരായണം ചെയ്യുന്നത് സംഗീത അധ്യാപികയും ഗായികയുമായ രേഖ ശൈലേഷ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സുന്ദരകാന്ഡം ലങ്കാദഹനം. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടി ദിവസനേന വാൽ വേഷ്ടിച്ചു വന്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി, രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിക നിസ്തേജനെന്നുതൽ, കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. ദശവദന വചനമിതു കേട്ടു രക്ഷാകുലം, ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൽ. തിലരസഘൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരേ ചുറ്റും ദശാന്തരേ. അതുലബലനചലതരമവിടെ മരുവീടിനാനത്യായതസ്ഥൂലമായിതു വാൽത്തതാ. വസനഗണമഖിലവുമൊടുങ്ങിച്ചമഞ്ഞിതു, വാലുമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞു കൊണ്ടൊന്നു ചുറ്റിടിനാർ. അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജകൃത സുസ്നേഹ സംസിക്ത വക്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുദിവനു വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും. അലമലമിതമലനിവനിത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർച്ചില. അനലമിഹ വസനമിതിനലമിനി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിടിനാർ പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ. ബലസഹിതമബലമിവരഞ്ജുഗണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ
കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയുമുടനുടനറഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനുമതികൃശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമൊടവനതി ചപലമചലനിഭഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരിഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയുടുരസുമടവുയരമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരമുടനുടനു പരിവേഗമോടുൽപ്ലുപ്ത്യ പിന്നെയുമുൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയൊടവനജലമോരോ മണി പ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. വിബുധപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവൻ. അഹമഹമികാധിയാ പാവകജ്വാലകളംബരത്തോളം ഉയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. വാൽമീകി ഒരു ഋഷി മാത്രമല്ല, ആദികവിയും രാമായണത്തിന്റെ സ്രഷ്ടാവുമാണ്. എന്നാൽ അതിലുപരി അദ്ദേഹം തൻ്റെ മഹാകാവ്യത്തിൽ തന്നെ ഒരു പ്രധാന കഥാപാത്രമായും പ്രത്യക്ഷപ്പെടുന്നു. സീതാദേവിക്ക് അഭയവും ആശ്രയവും നൽകി ലവകുശന്മാരെ വേദശാസ്ത്രങ്ങളിലും ധർമ്മത്തിലും പരിശീലിപ്പിച്ച് വളർത്തിയ മഹാഗുരുവായിരുന്നു വാൽമീകി. പിന്നീട് ലവകുശന്മാർ ശ്രീരാമന്റെ സന്നിധിയിൽ രാമായണം ആലപിച്ചതും വാൽമീകിയുടെ ശിക്ഷണ ഫലമായിരുന്നു. കവി, ഋഷി, ഗുരു, കഥാപാത്രം എന്നീ 4 മഹത്തായ സ്ഥാനങ്ങൾ ഒരേ വ്യക്തിത്വത്തിൽ ഒത്തുചേരുന്ന അപൂർവ മഹാനാണ് മഹർഷി വാൽമീകി. രാമാമൃതത്തിൽ വാൽമീകി ഋഷി, കവി, കഥാപാത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ഗീതാ കാവാലൻ നമ്മളോട് സംസാരിക്കുന്നത്. രാമായണത്തിൻ്റെ രചയിതാവും ഋഷിയും കഥാപാത്രവുമായ വാൽമീകി മഹർഷിയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. രാമായണത്തിൻ്റെ രചനോദ്ദേശ്യം തന്നെ ധർമ്മത്തിൻ്റെ മൂർത്തീരൂപമായി രാമനെ അവതരിപ്പിക്കുക, ഒരു മാതൃകാ പുരുഷനെ എല്ലാ കാലത്തേക്കും എല്ലാ ലോകത്തിനും വേണ്ടി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. വാൽമീകി രാമായണത്തിൻ്റെ തുടക്കത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിലെത്തുന്ന നാരദ മഹർഷിയോട് വാൽമീകി ചോദിക്കുന്നുണ്ട്, കോനസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ സർവഗുണസമ്പന്നനായിട്ടുള്ള ആരാണ് ഈ ലോകത്തിൽ ഇന്നുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് 6-7 ശ്ലോകങ്ങളിലായിട്ടാണ് നാരദ മഹർഷി മറുപടി പറയുന്നത്. രാമൻ്റെ സർവഗുണസമ്പന്നനായ രാമൻ്റെ ഗുണഗണങ്ങളെ ഓരോന്നായി നാരദൻ വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. രാമൻ്റെ മാഹാത്മ്യം കേട്ട് രാമകഥ
സംഗ്രഹം ഗ്രഹിച്ച വാൽമീകി മഹർഷി തുടർന്ന് സന്ധ്യാവന്ദനത്തിനായി തമസാ നദീ തീരത്തേക്ക് പോവുകയും അവിടെ വെച്ച് ക്രൗഞ്ചമിഥുനത്തിൻ്റെ വിയോഗം, ഇണപക്ഷിയുടെ രോദനം കണ്ട് മനസ്സ് ദുഃഖാകുലനായ മുനി തന്നിൽ നിന്ന് അറിയാതെ ആ ശോകത്തിൽ നിന്ന് മാനിഷാദ എന്ന ശ്ലോകം ഉതിരുകയും ചെയ്യുന്നു. ഈ ശ്ലോകത്തെ ആ നിമിഷം കഴിഞ്ഞ് മുനി വീണ്ടും ഓർത്തെടുക്കുമ്പോൾ വൃത്തബദ്ധമായ തന്ത്രീലയ സമന്വിതമായ ഒരു ശ്ലോകമായി ആ ശാപവാക്കിനെ മുനി തിരിച്ചറിയുകയും ശിഷ്യനോട് പറയുകയും ചെയ്യും. കാമമോഹിതമായ ക്രൗഞ്ചമിഥുനങ്ങളെ യാതൊരു കാരണവും കൂടാതെ അമ്പേറ്റ് കൊന്നുകളഞ്ഞ ആ വേടൻ്റെ നിഷ്ഠുരമായ പ്രവൃത്തി ഇത് അധർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞാണ് വാൽമീകിയിൽ നിന്ന് ശാപവാക്ക് ഉതിരുന്നത്. തിരിച്ച് ആശ്രമത്തിലെത്തുന്ന വാൽമീകി മഹർഷി തുടർന്ന് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും രാമൻ്റെ കഥ കുറച്ചുകൂടി വിസ്തരിച്ച് വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയും രാമകഥയെ ആസ്പദമാക്കി കാവ്യം രചിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വാൽമീകിയുടെ കഥ നമുക്കൊക്കെ സുപരിചിതമാണ്. കാട്ടാളനിൽ നിന്ന് കവിയായി പരിണമിച്ച കഥ, കാട്ടാളനിൽ നിന്ന് ഋഷിയായി പരിണമിച്ച കഥ. മരാമര എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ദീർഘകാലം തപസ്സു ചെയ്ത ആ കാട്ടാളൻ ചിതൽപുറ്റിനകത്ത് നിന്ന് ഒരു ഋഷിയായിട്ടാണ്, ജ്ഞാനോദയമുണ്ടായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. വൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റ് എന്നാണ്. വൽമീകത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ കാട്ടാളൻ ഋഷിയായി മാറുന്നു. ഋഷി പിന്നീട് കവിയായി മാറുന്നു. ഈ കവി തന്നെ ആ കാവ്യത്തിലെ കഥാപാത്രമായി മാറുന്നു. അനുപമമായ ദ്വിമുഖ വ്യക്തിത്വത്തിനുടമയാണ് വാൽമീകി മഹാമുനി എന്ന് കാണാൻ കഴിയും. എങ്ങനെയായിരിക്കണം ഒരു ഋഷി എന്നതിനും എങ്ങനെയായിരിക്കണം ഒരു കവി എന്നതിനും ഉത്തമ ഉദാഹരണം കൂടിയാണ് വാൽമീകിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വാൽമീകിയുടെ മനസ്സിലെ ധർമ്മചിന്തയാണ് രാമൻ എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കി പ്രതിഷ്ഠിക്കുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് കാണാം. ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന ധർമ്മചിന്തയെ അനശ്വരമാക്കി എല്ലാ കാലത്തിൻ്റെയും ധാർമ്മിക ബോധത്തെ പ്രതിഷ്ഠിക്കുന്നതിനാണ് രാമായണം എന്ന കാവ്യം രചിച്ചിട്ടുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവഗുണസമ്പന്നനായ രാമൻ എന്ന പ്രതീകത്തിലൂടെ ധർമ്മബോധത്തെ, എങ്ങനെയാണ് ഒരു ഭരണാധികാരി ധർമ്മിഷ്ഠനായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ധർമ്മചിന്ത പുലർത്തേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാൽമീകി രാമായണത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ധർമ്മത്തിൻ്റെ വിഗ്രഹമെന്ന്, ധർമ്മോ വിഗ്രഹവാൻ രാമ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകിയാൽ തന്നെ പ്രകീർത്തിക്കപ്പെടുന്ന രാമൻ, ഈ രാമൻ ഭാരതത്തിൻ്റെ വിവിധ ഭാഷകളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോഴെല്ലാം അതാത് കാലഘട്ടത്തിലെ കവികൾ പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ പുനരുദ്ധരിക്കുന്നതിന്, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. മലയാളത്തിൽ പല രാമായണങ്ങളുണ്ടായെങ്കിലും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഏറ്റവും പ്രചാരമായി തീർന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കവിധർമ്മം തന്നെയാണ്. ധാർമ്മിക മൂല്യങ്ങളിലൂടെ, ഭക്തി ചിന്തയിലൂടെ അധപ്പതിച്ചു പോയ ഒരു സമൂഹത്തെ പുനരുദ്ധരിക്കാനുള്ള കവിയുടെ ബോധപൂർവമായ ശ്രമം തന്നെയാണ് രാമായണ രചനയ്ക്ക് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
വാൽമീകിയിലേക്ക് വന്നാൽ കവിധർമ്മം എന്താണ്? കവിധർമ്മം എങ്ങനെയാണ് ഒരു കവി രൂപപ്പെടുന്നത്? കാവ്യാലങ്കാരികനായ ആനന്ദവർദ്ധനൻ പറയുന്നുണ്ട്, കാവ്യത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കാവ്യസ്യാത്മാ സ ഏവാർത്ഥ തഥാ ജാതികവേ പുര ക്രൗഞ്ചദ്വന്ദ്വ വിയോഗോത്ഥ ശോക ശ്ലോകത്വമാകത. ഉത്തമ കഥാപാത്ര സൃഷ്ടിയിലൂടെ എല്ലാ കാലത്തെയും മനുഷ്യ ജീവിതത്തിന് ഉദാത്തമായ മാതൃകകളെയാണ് വാൽമീകി രാമായണത്തിൽ കവി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. രാമായണത്തിലെ ഒരു കഥാപാത്രം എന്ന നിലയിൽ വാൽമീകിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തരകാണ്ഡത്തിലാണ് വാൽമീകി ഏറെ പ്രസക്തമായ ഒരു കഥാപാത്രമായി കാണുന്നത്. പിതൃതുല്യമായ വാത്സല്യത്തോടെ സീതയെ പരിരക്ഷിക്കുന്ന വാൽമീകി മഹർഷി രാമന്റെ കഥയെ ലവകുശന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും രാമായണ കഥ രാമന്റെ സന്നിധിയിൽ തന്നെ ഗാനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാലത്തിനും വേണ്ടി രാമായണ മാധുര്യത്തെ, അതിൻ്റെ ധർമ്മചിന്തയെ വരും തലമുറകൾക്ക് കൂടി പാടി പഠിപ്പിക്കുക എന്ന ധർമ്മമാണ് കവി ഇവിടെ അനുഷ്ഠിക്കുന്നത്. ഒരേ സമയം കവിയായിരിക്കുക, ഋഷിയായിരിക്കുക, കഥാപാത്രമായിരിക്കുക, ഒരു ഉത്തമമായ കാവ്യം എല്ലാ കാലത്തിനും വേണ്ടി നിർമ്മിക്കുക, ഇങ്ങനെയുള്ള ഒരു അനുപമ വ്യക്തിത്വം ഒരുപക്ഷെ ഭാരതീയ ധർമ്മചിന്തയുടെ ആദ്യത്തെ വക്താവും പ്രചാരകനും വാൽമീകി മഹർഷി തന്നെയാണ് എന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. മലയാള സിനിമകളിൽ രാമായണ സംബന്ധിയായ അനവധി ഗാനങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ധ്വനി എന്ന സിനിമയിലെ ജാനകി ജാനെ എന്ന ഗാനം. യശശരീരനായ കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരി രചിച്ച വരികൾ. ഒരുപക്ഷെ കൃഷ്ണനെ കുറിച്ചും ശ്രീരാമചന്ദ്രനെ കുറിച്ചുമൊക്കെ ഏറ്റവും ഭക്തി നിർഭരമായ ഗാനങ്ങൾ യൂസഫ് അലി കേച്ചേരിയുടെ തൂലികയിൽ നിന്ന് പിറന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഗാനം. ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് ആലപിച്ച് നൗഷാദ് സംഗീതം നൽകിയ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പാർവതി ആർജെ. जानकी जाने रामा जानकी जाने कदन निदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने रामा 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 जानकी जाने रामा. विषादकाले सखा त्वमेव भयान्धकारे प्रभा त्वमेव विषादकाले सखा त्वमेव भयान्धकारे प्रभा त्वमेव भवाब्धिनौका त्वमेव देवा भवाब्धिनौका त्वमेव देवा भजे भवन्दं रमाभिरामा भजे भवन्दं
समेत सुधानिकेत चिन्मकरन्द नतमुनिवृन्द दया समेत सुधानिकेत चिन्मकरन्द नतमुनिवृन्द आगमसारा जित संसारा आगमसारा जित संसारा अजीववन्दं मनोभिरामा भजे भवन्दं मनोभिरामा जानकी जाने रामा जानकी जाने कदननिदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने रामा 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 जानकी जाने रामा തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിന്റെ ഭക്തിരസവും ശ്രീരാമനാമത്തിന്റെ അമൃത മാധുര്യവും സംഗീതത്തിലൂടെ ഹൃദയങ്ങളിൽ എത്തിക്കുന്ന മനോഹര ഭക്തിഗാനമാണ് ഇനി. ധർമ്മത്തിന്റെയും കരുണയുടെയും അവതാരമായ ശ്രീരാമനെ ഭക്തിപൂർവം സ്മരിച്ചുകൊണ്ട് മായാവർമ്മ രചിച്ച ഹേ രാമ രഘുപതി രാഘവ സീതാവല്ലഭ രാമ എന്ന ഗാനം കേൾക്കാം. തുഞ്ചന്റെ കിളിമൊഴി പാടിയ ചരിതം ശ്രീരാമായണ കഥാസാഗരം അലയടിച്ചുയരുന്നിതെന്നകതാരിലായി ഹേ രഘുപതി രാഘവ സീതാവല്ലഭ രാമ അയോധ്യാപുരിയിൽ ദശരഥാത്മജനായി സൂര്യസഹസ്രപ്രഭ ചൊരിഞ്ഞു അവതരിച്ച ദേവനെ രാമനാമം ജപിച്ചൊരു രാക്ഷസ ജന്മത്തെയും ബ്രഹ്മർഷിപദം നൽകിയ കരുണാസാഗര ഹേ രാമ രഘുപതി രാഘവ സീതാവല്ലഭ രാമ ശ്രീരാമ പാദാംബുജം വന്ദിക്കുന്നേനടിയൻ കളങ്കമെല്ലാം കഴുകി കരുണ നിറച്ചിടേണമേ കർമ്മ സംരക്ഷക ദീനദയാലുവേ സീതാ മനോഹര ദേവദേവ രാമ നിന്നാമൃതം നാവിലൊഴുകിടുമ്പോൾ ജന്മജന്മാന്തര പാപങ്ങൾ അലിയട്ടെ
रघुपति राघव सीता वल्लभ राम ശ്രീരാമസാഗരത്തിൽ നാളെ യുദ്ധകാണ്ഡ ആരംഭം. സുന്ദരകാണ്ഡത്തിലെ വിജയകരമായ ദൗത്യത്തിന് ശേഷം സീതാദേവിയുടെ വിവരങ്ങളുമായി ഹനുമാൻ ശ്രീരാമന്റെ സന്നിധിയിലെത്തുന്നു. തുടർന്ന് വാനരസേനയോടൊപ്പം ശ്രീരാമൻ സമുദ്രതീരത്തെത്തി സമുദ്രദേവന്റെ അനുഗ്രഹത്താൽ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം നിർമ്മിച്ച് ലങ്കയിലേക്ക് പ്രയാണം ആരംഭിക്കുന്നു. ധർമ്മവും അധർമ്മവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മഹാസമരത്തിന്റെ തുടക്കമാണ് യുദ്ധകാണ്ഡം. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.